എൻ്റെ പേര് ഡോക്ടർ സ്നേഹ റൂസൻ. ഞാൻ കുവൈറ്റിൽ എമോഷണൽ സ്പെഷ്യലിസ്റ്റ് ഡോക്ടറായിട്ട് വർക്ക് ചെയ്യുന്നു. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് ഡിസംബർ 19, 2019 ഇതെൻ്റെ 4ാമത്തെ ഉടമ്പടി പുതുക്കലാണ്. ഞാൻ 2ാമത്തെ തവണയാണ് ഈ അൾത്താരിൽ നിന്ന് സാക്ഷ്യം പറയുന്നത്. എമോഷണൽ ഞാൻ ഡോക്ടറായി ജോലി ചെയ്യുന്നതോടൊപ്പം എനിക്ക് അവിടെ പഠിപ്പിക്കാനുള്ള 2 സാഹചര്യങ്ങൾ വന്നു. ഒന്ന് MBBS സ്റ്റുഡൻസിനെ പഠിപ്പിക്കുവാനും ഒന്ന് റെസിഡൻസി, അതായത് നമ്മുടെ MD ഡോക്ടേഴ്സിനെ പഠിപ്പിക്കാനുള്ള സാധ്യതയും. MBBS ഡോക്ടേഴ്സിനെ പഠിപ്പിക്കാനുള്ള ഞാൻ പ്രാർത്ഥിച്ച ആപ്ലിക്കേഷൻ ഇട്ടു, എനിക്കത് സാങ്ഷനായി. പക്ഷേ റെസിഡൻസി പ്രോഗ്രാമിൽ ഞാൻ അപ്ലൈ ചെയ്ത സമയത്ത് അവിടെ അലവൻസിൽ വേരിയേഷൻ വരികയും ആ വർഷം ഞാൻ ആപ്ലിക്കേഷൻ ഇട്ട് എല്ലാം ചെയ്തു. കാരണം എൻ്റെ ഫ്രണ്ടായിരുന്നു പ്രോഗ്രാം ഡയറക്ടർ, എനിക്ക് കിട്ടുമെന്ന് എനിക്ക് 100% അറിയാമായിരുന്നു. എനിക്ക് എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്തിരുന്നു. പക്ഷേ ഇങ്ങനൊരു വേരിയേഷൻ വന്നതുകൊണ്ട് ഞാൻ ആപ്ലിക്കേഷൻ പ്രാർത്ഥിച്ചൊക്കെയാണ് ഇട്ടത്. പക്ഷേ കിട്ടുമെന്ന് എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു. അപ്പോൾ എനിക്കൊരു ദിവസം ഒരു കോൾ വരികയാണ് എൻ്റെ പ്രോഗ്രാം ഡയറക്ടർ. അപ്പോൾ ഞാൻ വിചാരിച്ചു കൺഗ്രാജുലേഷൻ ഡോക്ടർ സ്നേഹ എന്ന് പറയാനാണ് വിളിക്കുന്നത് ഞാൻ വിചാരിച്ചു. പക്ഷേ എന്നോട് പറഞ്ഞു സോറി, ഈ വർഷം പുതിയതായിട്ട് ആരെയും ആ ഒരു പോസ്റ്റിലേക്ക് എടുക്കുന്നില്ല എന്ന് യൂണിവേഴ്സിറ്റിയുടെ റൂൾ വന്നു എന്ന് പറഞ്ഞു. എനിക്ക് സങ്കടമായി. അപ്പോൾ ഞാൻ വിചാരിച്ചു കുഴപ്പമില്ല, ഒരു ട്യൂട്ടർ പോസ്റ്റ് എനിക്ക് കിട്ടിയല്ലോ. എന്നാലും എനിക്ക് PG സ്റ്റുഡൻസിനെ പഠിപ്പിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ ഞാൻ ഓൺലൈനായിട്ട് ഉടമ്പടി ധ്യാനം കുടുംബമൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നാലും ഈശോയെ മാതാവേ നിങ്ങൾക്ക് ഇഷ്ടമില്ലായിരിക്കും, ഇറ്റ്സ് ഓക്കെ എന്ന് ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ ഒരു ദിവസം 2022 ഞാൻ ഉടമ്പടി ധ്യാനം കൂടിക്കൊണ്ടിരുന്നപ്പോൾ എനിക്കൊരു ഈ കിംസ്, അതായത് കുവൈറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൻ്റെ ഒരു ലിങ്ക് വരികയാണ്. അത് നമുക്കൊരു യൂസർ നെയിമും പാസ്വേഡും ഉണ്ട്. അതുകൂടാതെ ഒരു പുതിയ യൂസർ നെയിമും പാസ്വേഡും അവർ ക്രിയേറ്റ് ചെയ്ത് എനിക്ക് അയച്ചു തന്നിരിക്കുകയാണ്. അപ്പോൾ 1-2 ദിവസം ഞാൻ വിചാരിച്ചു ബൈ മിസ്റ്റേക്ക് ആയിരിക്കും. അപ്പോൾ ഞാൻ ഈ പ്രോഗ്രാം ഡയറക്ടറോട് ഞാൻ പറഞ്ഞു എനിക്ക് ഇങ്ങനെ ഒരു ലിങ്ക് വന്നു. പുള്ളിക്കാർ പറഞ്ഞു നിനക്ക് വന്ന ലിങ്ക് അല്ലേ, നീ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്ക്, പക്ഷേ പ്രതീക്ഷ വേണ്ട, കാരണം യൂണിവേഴ്സിറ്റി റൂളാണ്, എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ച് ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ഇട്ട് ഉടമ്പടി കാശുരൂപം വെച്ച് ശക്തമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ആ ആപ്ലിക്കേഷൻ ഇട്ടു. അവരെന്നോടൊന്നും പറഞ്ഞില്ല. പിന്നെ എനിക്ക് വരുന്നത് എൻ്റെ ഡ്യൂട്ടി റോസ്റ്ററാണ്, അത് പഠിപ്പിക്കാനുള്ള ടൈം ടേബിളാണ് എനിക്ക് അവർ അയച്ചു തരുന്നത്. അന്ന് മാതാവ് എനിക്കൊരു, കാരണം ഞാൻ കിട്ടില്ല എന്ന് പൂർണ്ണമായും ഉറപ്പിച്ചിരുന്ന കാര്യമായിരുന്നു. അന്ന് ആ സമയത്ത് അലവൻസ് കൂടിയ സമയത്ത് പുതുതായിട്ട് എടുത്ത ഏക ഡോക്ടർ ഞാൻ മാത്രമായിരുന്നു ആ ഒരു ഡിവിഷനിൽ. അങ്ങനെ മാതാവ് എനിക്കൊരു വലിയൊരു കാര്യം ചെയ്തു തന്നു. 2019 തൊട്ട് ഞാൻ ഉടമ്പടിയിൽ വെച്ച ഒരു കാര്യമായിരുന്നു എനിക്ക് FRC പാത്ത് എക്സാം പാസ്സാവണം. FRC പാത്ത് എന്ന് വെച്ചാൽ അതൊരു UK ഫെലോഷിപ്പ് എക്സാമാണ്, ഫെലോ ഓഫ് റോയൽ കോളേജ് ഓഫ് പത്തോളജിസ്റ്റ് എന്നുള്ളത്. ഞാൻ ഉടമ്പടി വെച്ചിരുന്നെങ്കിലും എനിക്ക് അവിടെ ജോലിയുണ്ട്, കുട്ടികളുണ്ട്, ഭയങ്കര തിരക്കാണ്. നാട്ടിലെ പോലെയല്ല, നമ്മൾ ഫുള്ളി ബിസിയാണ്. അപ്പോൾ എനിക്കതിന് പഠിക്കാനോ പ്രിപ്പയർ ചെയ്യാനോ ഒന്നും സമയം ഉണ്ടായിരുന്നില്ല. ഞാൻ ഉടമ്പടി പുതുക്കുമ്പോഴൊക്കെ എൻ്റെ ആഗ്രഹമായതുകൊണ്ട് ഞാനത് വെച്ചു. പക്ഷേ മാതാവ് 2022 തൊട്ട് ഇങ്ങനെ ഈ ടീച്ചിങ് പൊസിഷനിലേക്ക് എന്നെ മാറ്റി എന്നെ ഒരുക്കുകയായിരുന്നു. കാരണം ഇതൊരു എക്സാം എഴുതി നമ്മളൊരു അക്കാഡമിക് ആയിട്ട് നമ്മൾ മാറണം, ഡോക്ടറായിട്ട് ഡ്യൂട്ടി ചെയ്താൽ മാത്രം പോരാ. അപ്പോൾ ഒരു അക്കാഡമിഷ്യനായി എന്നെ ഉയർത്തി ഞാൻ ഡോക്ടേഴ്സിനെ ട്രെയിൻ ചെയ്യാൻ തുടങ്ങി. അതോടൊപ്പം ഞാൻ സ്വയം ട്രെയിൻഡ് ആവുകയായിരുന്നു. 2024 എനിക്ക് ശക്തമായ തോന്നൽ, കാരണം ഈ എക്സാം ഒരു വർഷം 2 പ്രാവശ്യമുണ്ട്, സെപ്റ്റംബറിലും പിന്നെ ഏപ്രിൽ മെയ് സമയത്തും ഉണ്ട്. അപ്പം 2024 ജൂലൈ ആയപ്പം അത് ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യുന്ന സമയമായി. അപ്ലൈ ചെയ്യും എനിക്ക് ശക്തമായ തോന്നൽ. അപ്പോൾ ഞാൻ പറഞ്ഞു ഹസ്ബൻഡിനോട് എന്നാ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം.